നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന വാഴ്ത്തപ്പെട്ട നമ്മുടെ ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. നമ്മുടെ പാപഭാര ചുമട് തൻ്റെ മേൽ ഏറ്റിക്കൊണ്ട് ക്രൂശിന്മേൽ കയറി നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ മഹിമയുടെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മഹാപുരോഹിതനായിരിക്കുകയും ചെയ്യുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും ആദരവും വന്ദനങ്ങളും എല്ലാവർക്കും അറിയിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരു ഞായറാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം, നമ്മുടെ വീക്കിലി ഓഫിന് ശേഷം ഇന്ന് വീണ്ടും ഒരുമിച്ചടുത്ത് വരുവാൻ, ദൈവാസന്നിധിയിൽ എബ്രായ ലേഖന പഠനത്തോടനുബന്ധിച്ചായിരിക്കാൻ കർത്താവ് അവസരങ്ങളെ നൽകുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ എബ്രായ ലേഖനം 2-ാം അധ്യായം 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളിലാണ് നിൽക്കുന്നത്. ഇന്നുകൊണ്ട് അതിനൊരു പരിസമാപ്തി ഉണ്ടാക്കി. ഇതെന്ന് വെച്ചാൽ നാളെ തൊട്ട് 9-ാം വാക്യം മുതൽ ചിന്തിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. സ്തോത്രം. ഇതുവരെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ആദാമ്യ സന്തതിയായ മനുഷ്യനെ കുറിച്ച് എബ്രായ ലേഖന കർത്താവ് 2-ാം അധ്യായത്തിൽ 5 തൊട്ട് 8 വരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. ആവർത്തിക്കുന്നു, ആ ഭാഗങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ 9-ാം വാക്യം മുതലാണ് യേശു കർത്താവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സാധാരണ നമ്മെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സാധാരണ മനുഷ്യനെ കുറിച്ചാണ് 5 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ. അതിൽ 5-ാമത്തെ വാക്യത്തിൽ നാം കണ്ടത് ദൂതന്മാരുമായുള്ള ഭാവിപരമായ ഒരു അവസ്ഥയാണ്. ഭാവി ലോകത്തെ ദൈവം മനുഷ്യനാണ് കീഴാക്കി തന്നിരിക്കുന്നത്, ദൂതന്മാർക്കല്ല എന്നവിടെ പറയുന്നു. ഭാവി ലോകത്തിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ സഹസ്രാബ്ദ വാഴ്ച മുതൽ അങ്ങോട്ടുള്ളതിനെയാണ് അവിടെ അർത്ഥമാക്കുന്നത്. സ്തോത്രം. ദ ഇൻഹാബിറ്റഡ് വേൾഡ്, നോട്ട് ദ കോസ്മോസ്. മൊത്തം ലോകത്തെയും കൂടെ ഉദ്ദേശിച്ച് ഉള്ള കോസ്മോസ് എന്ന പദമല്ല അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ദ ഇൻഹാബിറ്റഡ് എർത്ത്, മനുഷ്യവാസമുള്ള ഭൂമി എന്ന അർത്ഥമാണ് അവിടുത്തെ മൂലപദത്തിനുള്ളത്. ഇൻഹാബിറ്റഡ് എർത്ത്, നോട്ട് ദ എൻറ്റയർ യൂണിവേഴ്സ്. അവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യവാസമുള്ള ഭൂമി. അപ്പോൾ മനുഷ്യരാശിയെ എന്ന് നമുക്കവിടെ അർത്ഥമാക്കാം. അപ്പോൾ അതാണ് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഭാവി ലോകത്തെ ദൈവം കീഴാക്കി തന്നിരിക്കുന്നത് മനുഷ്യനാണ്, അല്ലാതെ ദൂതന്മാർക്ക് അല്ല എന്നതാണ് അവിടെ നാം കാണുന്നത്. സ്തോത്രം. അപ്പോൾ ഭാവിയിൽ നമുക്ക്, മുഴുവൻ മനുഷ്യജാതിക്കും അല്ല അവിടെ ലഭിക്കുന്നതെന്ന് നമുക്കറിയാം. ദൈവജനത്തിന്, വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന അധികാരത്തെക്കുറിച്ച്. എന്നാൽ അവിടെ വിശുദ്ധന്മാരെന്ന് എടുത്തല്ല പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരാശിയെ മൊത്തമായി പറഞ്ഞിരിക്കുന്നു. കാരണം ദൈവം സകല മനുഷ്യരെ കുറിച്ചും അത് ആഗ്രഹിക്കുന്നു. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ആ ആഗ്രഹം പ്രകാരം സകലരും രക്ഷിക്കപ്പെടുകയില്ല എന്നതും മറ്റൊരു വസ്തുതയാണ്. എന്നാൽ ഭാവി കാലത്ത് വിശുദ്ധന്മാർ ലോകത്തെ ഭരിക്കും എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നുണ്ട്. 1 Corinthians 6:2. Or do you not know that the saints will judge the world? And if the world is to be judged by you, are you incompetent to try trivial cases?
ഇനഫ്. അതിൻ്റെ ഒന്നാം ഭാഗമാണ് നമുക്കിപ്പോൾ വേണ്ടത്. ദ സെയിൻസ് വിൽ ജഡ്ജ് ദ വേൾഡ്. വേഴ്സ് നമ്പർ 3, മൂന്നാമത്തെ വാക്യം. Do you not know that we are to judge angels? How much more then matters pertaining to this life? അടുത്തതായിട്ട് പൗലോസ് പറയുന്നു, നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ദൂതന്മാരെ വിധിക്കും എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? അപ്പോൾ വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിക്കും. വിശുദ്ധന്മാർ ദൂതന്മാരെ ന്യായം വിധിക്കും. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. Revelation 20 verse 5. ക്രിസ്തുവിനോടുകൂടി വാഞ്ച മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ടുകൾ മതി. അതിന് 4-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവായ യേശു മഹത്വത്തോടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയം, 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് മരിച്ചവരിൽ കുറച്ചുപേർ, നമുക്കറിയാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധന്മാർ, അല്പം കൂടെ വ്യക്തമാക്കിയാൽ മഹാപീഡനകാല വിശുദ്ധന്മാർ. ബാക്കിയുള്ളവരൊക്കെ അതിനു മുമ്പ് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞു, ബാക്കിയുള്ളത് ഇവരാ. അതുകൊണ്ട് ഇവർ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ വാണു. ഇപ്പോൾ പൗലോസ് പറഞ്ഞു, വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിക്കും, ദൂതന്മാരെ ന്യായം വിധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നു, വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനോടുകൂടെ വാണു ഭരണം നടത്തും. ഈ കാര്യങ്ങളെ എല്ലാം കൂടെ ചേർത്തുകൊണ്ടാണ് എബ്രായ ലേഖനം 2:5 നമുക്ക് ലഭിക്കുന്ന ഭാവിപരമായ അധികാരത്തെ അല്ലെങ്കിൽ വാഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ ദൈവം ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്, അത് നമുക്കാണല്ലോ, മനുഷ്യർക്കാണല്ലോ. ഇതാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ കണ്ടു കഴിഞ്ഞു. 2:6 വാക്യത്തിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുകൊണ്ടിരുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച. In verse number 6 or even 6-7 we see what God intended man to be. മനുഷ്യനെ കുറിച്ച് ദൈവം എന്തായിരുന്നു ആഗ്രഹിച്ചത് എന്നതാണ് നാം അവിടെ കണ്ടുകൊണ്ടിരുന്നത്. സ്തോത്രം. ദൈവം മനുഷ്യനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് 8-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി. സ്തോത്രം. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അവസ്ഥയെക്കുറിച്ചാണ് നാം കാണുന്നത്. സൃഷ്ടിപ്പിൽ മനുഷ്യന്റെ ശ്രേഷ്ഠത. സ്തോത്രം. സൃഷ്ടി ചെയ്ത വസ്തുക്കളിൽ ദൂതന്മാർ ശ്രേഷ്ഠരാണെങ്കിലും പദവിയിൽ നമ്മളാണ് ശ്രേഷ്ഠന്മാർ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്തോത്രം. അതേക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയിലാണ് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് പറയുന്നത്. എന്നാൽ ദൂതന്മാർക്ക് ഇല്ലാതെയിരുന്ന അധികാരം മനുഷ്യജാതിക്ക് ദൈവം പൊതുവായിട്ട് നൽകി. ദൂതന്മാർക്ക് പൊതുവായിട്ട് അങ്ങനെ അധികാരമില്ല. ഓരോരുത്തരെ ഓരോരോ സമയങ്ങളിൽ നിയമിക്കുന്നതനുസരിച്ച് അവർക്ക് അധികാരമുള്ളൂ. സ്തോത്രം. ദൈവം ദൂതന്മാരെ നിയമിക്കുന്നതിനനുസരിച്ച് അവർക്ക് അധികാരമുണ്ട്. പൊതുവായി ദൂതന്മാർക്ക് ഇന്നതൊക്കെ ചെയ്തോ എന്നും പറഞ്ഞുള്ളൊരു അധികാരം ഇല്ല. എന്നാൽ മനുഷ്യന് അങ്ങനെ നൽകപ്പെട്ടിട്ടുണ്ട്.
മനുഷ്യജാതിക്ക് പൊതുവായി നൽകപ്പെട്ട അങ്ങനെയുള്ള അധികാരമുണ്ട്. സ്തോത്രം. അതിനെയാണ് അവിടെ പറയുന്നത്. അത് സൃഷ്ടിപ്പിൽ തന്നെ വെളിപ്പെട്ടു. സൃഷ്ടിപ്പിന് മുമ്പേ തന്നെ ദൈവം അത് വെളിപ്പെടുത്തുകയും ചെയ്തു. അതും എല്ലാം നമ്മൾ പഠിച്ചുവല്ലോ. സ്തോത്രം. അപ്പോൾ ദൈവത്തിൻ്റെ അസലായ സൃഷ്ടിയിൽ മനുഷ്യനെക്കുറിച്ച് ആഗ്രഹിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കി വെച്ചതുമായ അവസ്ഥയാണ് 6-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു. ദൈവത്തിൻ്റെ സകല പ്രവർത്തികൾക്കും അവനെ അധിപതിയാക്കി. സകലവും അവൻ്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു. ഈ 4 പ്രധാനപ്പെട്ട അവസ്ഥകൾ മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാട്ട് ഗാഡ് ഇൻറ്റൻറ്റഡ് മാൻ ടു ബിക്കം ഓർ ടു ബി. സ്തോത്രം. മനുഷ്യൻ, മർത്യൻ, മനുഷ്യപുത്രൻ എന്ന നിലകളിലൊക്കെ മനുഷ്യരെക്കുറിച്ച് നമ്മൾ കണ്ടു. അത് മനുഷ്യന്റെ നിസ്സാരത്വത്തെയും കുറിക്കുന്നു. മനുഷ്യന്റെ ദ്രവത്വം, മോർട്ടാലിറ്റി, കറപ്റ്റിബിലിറ്റി, മർത്യത, ഡീകേ, ക്ഷയം, പിന്നെ ക്ഷണികമായ മനുഷ്യന്റെ അവസ്ഥ. Man is but for a while, just he is a breath, or he is just like a shadow, or like a grass, or like a flower, otherwise just like a dream, just like a watch in the night. ഇങ്ങനെയൊക്കെയാണ് വേദപുസ്തകം മനുഷ്യനെ പരിചയപ്പെടുത്തുന്നത്. സ്തോത്രം. മനുഷ്യൻ മണ്ണാണ്, ക്ഷയമയനാണ്, കൃമി പോലെ ചതഞ്ഞു പോകുന്നവനാണ്, മർത്യനാണ്, ദ്രവത്വമുള്ളവനാണ്, ക്ഷയമയനാണ്, ജഡമയനാണ്. വെറും ഒരു ശ്വാസം, ജസ്റ്റ് എ ബ്രത്ത്, ഒരു ശ്വാസം മാത്രമാകുന്നു. അവൻ പൂ പോലെ, പുല്ലുപോലെ, അവൻ നിഴലുപോലെ, രാത്രിയിലെ ഒരു യാമം പോലെ, ഒരു സ്വപ്നം പോലെ എന്നൊക്കെയാണ് മനുഷ്യനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ ശവമടക്കിനൊക്കെ പ്രസംഗങ്ങളിൽ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള മനുഷ്യന്റെ നിസ്സാരത്വത്തെയാണ് അവിടെ എടുത്തു പറയുന്നത്. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ നീ സന്ദർശിക്കേണ്ടതിന് അവൻ എന്ത് മാത്രം. അപ്പം അവിടെ ഗാഡ് വിസിറ്റിംഗ് മാൻ, ദാറ്റ് മീൻസ് the visitation of God on earth to save humanity. And therefore earth is called the visited planet. The visited planet. They created this planet earth. ഭൂമിയെ അതുകൊണ്ട് സ്രഷ്ടാവ് സന്ദർശിച്ച ഗ്രഹം എന്ന് വിളിക്കാറുണ്ട്. സ്രഷ്ടാവിൻ്റെ സന്ദർശനം അനുഭവിച്ച പ്ലാനറ്റ്, ഗ്രഹമാണ് ഭൂമി. വേറെ ഗ്രഹത്തിനുമില്ലാത്ത ഒരു ഭാഗ്യാവസ്ഥയാണ് ഭൂമിക്ക് ലഭിച്ചത്. സ്രഷ്ടാവായ ദൈവം ഇവിടം സന്ദർശിച്ചു.
ആ രൂപമൊന്നും എടുക്കാതെ മനുഷ്യനായിട്ട് നമ്മെപ്പോലെ നമ്മുടെ കർത്താവ് വന്നു. സ്തോത്രം. നമ്മെ രക്ഷിക്കുവാനായിട്ട് ക്രിസ്തു ഭൂമിയിൽ വന്നതിനെയാണ് 6-ാം വാക്യം പറയുന്നത്. മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് എന്നും പറയുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവം വന്നു, ഈ ഭൂമിയിൽ വന്നു. അതിനെ പറ്റിയാണ് പറയുന്നത്. സ്തോത്രം. അത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നു. ഇതുവരെ നമ്മൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടോ? വിശദീകരണങ്ങൾ വേണ്ട ഭാഗങ്ങളുണ്ടോ? ശരി, ഒന്നും ഇല്ലെന്ന് കരുതട്ടെ. അപ്പോൾ നമ്മൾ നോക്കിയത് man in his or the in the original plan of God, as God wished him to be, intended him to be. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആദ്യ ഭാഗത്തെ ലക്ഷ്യം എന്തായിരുന്നു? ദൈവ ഉദ്ദേശത്തിൽ മനുഷ്യൻ എന്തായിരിക്കാമായിരുന്നു എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ നോക്കിയത്. സ്തോത്രം. ആ അധികാരത്തെക്കുറിച്ചും പദവിയെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞത് ആവർത്തിക്കേണ്ടതില്ലല്ലോ. 3-ാമത്തെ ഭാഗം നമുക്കതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 2:8, 2:8. സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. സ്തോത്രം. ദൈവം സകലത്തെയും മനുഷ്യന്റെ കാൽ കീഴാക്കിയിരുന്നു. സ്രഷ്ടാവൊഴികെ സകലത്തിനും മീതെ മനുഷ്യനെ ദൈവമാക്കി വെച്ചിരുന്നു. നമ്മൾ ബൈബിളിൽ ഉൾപ്പെടെ പൂർവകാലങ്ങളിലെ രാജഭരണകാലത്തെ കാര്യങ്ങൾ കാണാറുണ്ട്. നമുക്ക് മിസ്രൈമിലെ യോസെഫിന്റെ കാലഘട്ടം എടുത്താൽ അത് മുതൽ നമുക്കറിയാം. യോസെഫ് ഫറവോനോട് സ്വപ്നമൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ പ്രശ്നത്തിന് പരിഹാരം എന്തായിരിക്കണമെന്നും കൂടെ യോസെഫ് രാജാവിന് ആലോചന കൊടുത്തപ്പോൾ രാജാവ് പറഞ്ഞ കാര്യം നമുക്കറിയാം. നീ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു, നിന്നെ ഞാൻ സകലത്തിനും അധികാരിയാക്കി വെച്ചിരിക്കുന്നു. നാം അവിടെ കാണുന്നു, സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിനക്ക് മീതയായിരിക്കും എന്ന് വെച്ചാൽ ചക്രവർത്തി ഒഴികെ ബാക്കി എല്ലാം അവന് രാജാവ് കീഴാക്കി കൊടുത്തു. ഏതാണ്ട് അതുപോലത്തെ ഒരു നേർചിത്രം. സ്രഷ്ടാവ് ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് കീഴ്പ്പെടുത്തപ്പെട്ടിരുന്നു. എക്സ്ക്ലൂഡിങ് ദ ക്രിയേറ്റർ, God had subjected everything under the feet of man. ഒരു സമ്പൂർണമായ വാഴ്ചയാണ് ദൈവം ആഗ്രഹിച്ചത്. ആത്മലോകത്തായാലും ഭൗമലോകത്തായാലും, whether in spirit world or in this material world, God intended man to rule over everything on behalf of God. സ്തോത്രം.
ദൈവത്തെ ഒഴികെ ബാക്കി സകലത്തെയും ഭരിക്കാൻ ദൈവം അവന് അനുവാദം കൊടുത്തു. അവയെ മുഴുവനും അവന്റെ കാൽ കീഴിലും ആക്കി. അതാണ് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന ദൈവത്തിന്റെ പദ്ധതിയിലെ മനുഷ്യർ. Man in God's original intention or in his original plan. Now in verse 8 we see what sin did to man, or the post-fall man. അതിനു മുമ്പുള്ളത് ദ പ്രീ ഫോൾ മാൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ദ പോസ്റ്റ് ഫോൾ മാൻ. 8-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് പാപം മനുഷ്യനോട് എന്ത് ചെയ്തു എന്നതാണ്. പാപാനന്തരം മനുഷ്യന്റെ അവസ്ഥ, വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യന്റെ അവസ്ഥ, അതാണ് 8-ാമത്തെ വാക്യം. What happened to man after sinning? പാപം ചെയ്ത അനന്തരം അവനെന്ത് സംഭവിച്ചു? പാപത്തിന്റെ പരിണിത ഫലം, കോൺസിക്വൻസസ് ഓഫ് സിൻ, എസ്പെഷ്യലി അപ്പോൺ മാൻ. ഇവിടെ ബാക്കിയെല്ലാം ഒന്നും പറയുന്നില്ല. മനുഷ്യന്റെ മേൽ പാപം വരുത്തിയ സ്വാധീനമാണ് ഇവിടുത്തെ പ്രതിപാദ്യം. സ്തോത്രം. സകലത്തിനും മീതെ ആക്കി വയ്ക്കപ്പെട്ട, ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട, ദൈവത്തിൻ്റെ ആത്മാവിനെ ഉള്ളിൽ സന്നിവേശിപ്പിച്ച് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ. പക്ഷേ പാപം ചെയ്തപ്പോൾ അവൻ്റെ അവസ്ഥയ്ക്ക്, അവൻ്റെ പദവിക്ക്, അവൻ്റെ അധികാരത്തിന് ഒക്കെ മാറ്റം വന്നു. സ്തോത്രം. പാപത്തിൻ്റെ സ്വാധീനം, ദ ഇൻഫ്ലുവൻസ് ഓർ ദ ഇമ്പാക്ട് ഓഫ് സിൻ, സിൻ ഓൺ മാൻ, സിൻ ഓൺ ദ എൻറ്റയർ ക്രിയേഷൻ. പാപം മനുഷ്യന്റെ മേൽ വരുത്തിയ മാറ്റം. ഹൗ സിൻ ഇംപാക്റ്റഡ് മാൻ. ഇവിടുത്തെ പ്രധാന പ്രതിപാദനം അതാണ്. എങ്ങനെ പാപം മനുഷ്യനെ സ്വാധീനിച്ചു? പാപം നിമിത്തം മനുഷ്യൻ എന്ത് സംഭവിച്ചു? സ്തോത്രം. എന്ത് സംഭവിച്ചു? വാട്ട് ഡിഡ് സിൻ ഡു ടു മാൻ? പാപം എന്താണ് മനുഷ്യനോട് ചെയ്തത്? സ്തോത്രം. When we consider the impact of sin, sin impacted even God. പാപം അല്ലെങ്കിൽ പാപത്തിൻ്റെ പരിണിത ഫലം, പാപത്തിൻ്റെ സ്വാധീനം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ പാപം ദൈവത്തെ പോലും ബാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാപം ദൈവത്തെ ബാധിച്ചു എന്ന് പറഞ്ഞാൽ തെറ്റായിട്ട് ധരിക്കരുത്. പാപം ദൈവത്തിൻ്റെ മേൽ എന്തെങ്കിലും നാശോന്മുഖമായ സ്വാധീനം ചെലുത്തിയെന്നല്ല. എന്നാൽ പാപത്തിൻ്റെ പരിണിത ഫലമായി ദൈവത്തിനും ചില അനുഭവങ്ങൾ ഉണ്ടായി എന്നാണ്. മറ്റൊന്നുമല്ല, പിതാവായ ദൈവത്തിന് തൻ്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളയേണ്ടി വന്നു, ക്രൂശിൽ കൈവിടേണ്ടി വന്നു. പുത്രനായ ക്രിസ്തുവിന് സ്വർഗീയ മഹിമകളെ ഉരിഞ്ഞു വെച്ചിട്ട് ഭൂമിയിലേക്ക് വെറും ഒരു മനുഷ്യനായി, വെറും ഒരു ദാസനായിട്ട് ഇറങ്ങി വരേണ്ടി വന്നു. സ്തോത്രം. മർത്യനായി
ക്ഷയമയനായി. സ്തോത്രം. അതാണ് ഞാൻ പറഞ്ഞത്, സിൻ ഇംപാക്റ്റഡ് ഈവൻ ഗോഡ് ആൻഡ് ഹെവൻ. സ്വർഗത്തെയും ദൈവത്തെയും പോലും പാപം സ്വാധീനിച്ചു എന്ന് പറഞ്ഞതിൻ്റെ സാരത. സ്തോത്രം. അതല്ലാതെ മനുഷ്യനെ പാപം ബാധിച്ചതുപോലെ ദൈവത്തെ പാപം വരിഞ്ഞു മുറുക്കി ദൈവത്തെ കൊണ്ട് പാപം ചെയ്യിച്ചു എന്നല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ആശയക്കുഴപ്പമില്ലല്ലോ ആർക്കും? സ്തോത്രം. ഞാൻ ക്രൂശിനെ പറ്റി പറയുമ്പോഴും തിരുവത്താഴ ശുശ്രൂഷകളിലുമൊക്കെ ഈ കാര്യം ഊന്നി പറയാറുണ്ട്. ഹൗ സിൻ ഇംപാക്റ്റഡ് ഗോഡ് ഈവൻ. സ്തോത്രം. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, പക്ഷെ ദൈവത്തിന് അങ്ങനെയാണ് ഇഷ്ടം തോന്നിയതെന്ന് മാത്രം. പ്രൈസ് ഗോഡ്. സ്തോത്രം. അല്ലാതെ ദൈവം ഇതിനൊക്കെ അതീതനായൊരു ആളത്വമാണ്. സ്തോത്രം. പാപം, മനുഷ്യൻ ചെയ്ത പാപമോ ഈ പ്രകൃതിയിലെ കാര്യമോ ഈ ഭൂമിയിലെ കാര്യമോ പ്രപഞ്ചത്തിലെ കാര്യമോ ഒന്നും ദൈവത്തെ സ്വാധീനിക്കുന്നില്ല. അതിൻ്റെയൊക്കെ സ്വാധീനത്തിനും അതീതനാണ് നമ്മുടെ ദൈവം. പക്ഷേ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഈ പാപസ്വാധീനം ദൈവം ഏറ്റെടുക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? God as the creator, he is so transcendent. He is so high, highly above the created world. സ്തോത്രം. ദൈവം ഒത്തിരി ട്രാൻസെൻഡന്റ് ആണ്. അങ്ങ് സൃഷ്ടിയിൽ നിന്നും ഒത്തിരി അകന്നു നിൽക്കുന്നവനാണ്. So high above the creation. He doesn't need to be affected by sin. But God simply subjected himself to the influence of sin in regard with the human salvation. In regard with human salvation. ദൈവം സകല സൃഷ്ടികൾക്കും അതീതനാണ്. അതീതനെന്ന് പറഞ്ഞാലും പോരാ, സർവാതിശായി എന്ന് വേണം വിളിക്കാൻ. ട്രാൻസെൻഡന്റ്, ഒത്തിരി ഉയർന്നിരിക്കുന്നവൻ, സൃഷ്ടികളിൽ നിന്നും വേർപെട്ടവൻ. സ്തോത്രം. ആ ദൈവത്തിന് ഈ പാപസ്വാധീനമൊന്നും ഏറ്റെടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഈ പാപത്തിന്റെ സ്വാധീനത്തിന് വിധേയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. പക്ഷേ മനുഷ്യകുലത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹാധിക്യം നിമിത്തം ആവശ്യമില്ലാതിരുന്നിട്ടും മനുഷ്യന്റെ പാപത്താൽ സ്വാധീനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. എന്തിന്? ആ സ്വാധീനം നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ, നമ്മുടെ വീണ്ടെടുപ്പിനത് മുഖാന്തരമായി തീരുവാൻ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. നമ്മുടെ രക്ഷയ്ക്കത് മുഖാന്തരമാകാൻ, നമ്മുടെ വീണ്ടെടുപ്പിനതൊരു കാരണമാകാൻ. സ്തോത്രം. ദൈവം നമ്മുടെ മനുഷ്യന്റെ പാപത്താൽ സ്വാധീനിക്കപ്പെടാൻ സ്വയം ഏൽപ്പിച്ചു. അതുകൊണ്ടാണ് പാപത്തിന്റെ പരിണിത ഫലമായ മരണം ഏറ്റെടുക്കാൻ കർത്താവ് വന്നത്. അത് നമുക്ക് 9-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കാണാൻ പറ്റും. അതവിടെ നിൽക്കട്ടെ. സ്തോത്രം. So verse number 8 says what impact
sin had on man. മനുഷ്യന്റെ മേൽ പാപത്തിന് എന്ത് സ്വാധീനമുണ്ടായി എന്നാണ് നാം 8-ാമത്തെ വാക്യത്തിൽ കാണുന്നത്. He was stripped of the authority, the glory God had originally given him. സ്തോത്രം. ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ ഒറ്റ വാചകത്തിൽ 8-ാം വാക്യത്തെ ക്രോഡീകരിച്ചാൽ, പാപം മനുഷ്യന്റെ മേൽ വരുത്തിയ സ്വാധീനം എന്താണ്? ദൈവം അവന് നൽകിയതും നൽകുവാൻ ആഗ്രഹിച്ചിരുന്നതുമായ അധികാരത്തിൽ നിന്നും, അല്ലെങ്കിൽ അധികാരവും ശക്തിയും സ്വാധീനവും ഒക്കെ അവന് നഷ്ടപ്പെട്ടു പോയി. Man was stripped off. കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ? ഓക്കെ, സ്തോത്രം. മനുഷ്യന് ദൈവം നൽകിയിരുന്ന ആ തേജസ്സും ബഹുമാനവും നഷ്ടപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചതുപോലെ ദൈവ സ്വരൂപവും സാദൃശ്യവും ഒരു പരിധി വരെ മനുഷ്യന്റെ പാപം നിമിത്തം കുറഞ്ഞുപോയി, മാറിപ്പോയി. സ്തോത്രം. മനുഷ്യന്റെ പാപം നിമിത്തം മനുഷ്യന്റെ മേൽ ദൈവം പകർന്നിരുന്ന ആ സ്വരൂപ സാദൃശ്യങ്ങൾക്ക് കേട് സംഭവിച്ചു. അതാണ് നാം 8-ാം വാക്യത്തിൽ കാണുന്നത്. സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവനെ കാൽ കീഴ് ആക്കിയെങ്കിലും ഇന്ന് സകലവും അവന്റെ കാൽ കീഴ് ആയിരിക്കുന്നില്ല എന്ന ഒരു കാര്യം അവിടെ പറയുന്നു. സ്തോത്രം. അപ്പൊ ഇന്ന് നമുക്ക് ആദാമിന് ദൈവം കൊടുത്ത് സൃഷ്ടിച്ച അധികാരവും ശക്തിയും ഒന്നും ഇല്ല. We encountered laws. സ്തോത്രം. So after the fall, മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം മനുഷ്യൻ എന്നുള്ളതാണ് 8-ാം വാക്യം. നമ്മൾ സ്വരൂപ സാദൃശ്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടു, ചില കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ സ്വരൂപ സാദൃശ്യങ്ങളിലുള്ള ചില കാര്യങ്ങളൊക്കെ മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു. മറ്റു ചിലതൊക്കെ അങ്ങ് അടിഞ്ഞുകൂടി. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പാപത്തിന്റെ സ്വാധീനത്തെക്കുറിച്ചും ബാധിച്ചതിനെക്കുറിച്ചും പറഞ്ഞതൊന്നും തെറ്റായിട്ട് ആരും മനസ്സിലാക്കരുത്. ചിലത് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇത് ശരിയാണ്, പാപം പിശാചിനേക്കാൾ സ്ട്രോങ് ആണെന്ന് പറയുന്നത്. അത് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്? അതെ, അതിൽ തെറ്റില്ല. കാരണം പിശാചിനും ചെയ്യാൻ കഴിയാത്തത് പാപത്തിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് പിശാചിനെ ഭയപ്പെടേണ്ടാത്തത്. എന്നാൽ പാപത്തെ നമ്മൾ ഭയപ്പെടണം. പിശാചിനെ വിട്ട് നമുക്ക് ഓടാൻ ആവശ്യമില്ല, അവനെ എതിർത്ത് നിന്നാൽ മതി.
പക്ഷെ പാപം വിട്ടോടാനാ പറഞ്ഞേക്ക്. എതിർക്കാനൊന്നും നിൽക്കുകയേ വേണ്ട, ഓടിക്കണം. പാപമില്ലെങ്കിൽ പിശാചിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ അർത്ഥത്തിൽ പാപമാണ് പിശാചിനേക്കാൾ ശക്തിയുള്ളത്. നമ്മൾ ഭയപ്പെടേണ്ടതും ഓടിപ്പോകേണ്ടതുമൊക്കെ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് തന്നെയാണ്. പാപം ഇല്ലാത്തിടത്തോളം പിശാചിനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പിശാച് സത്യത്തിൽ വെറും ഒരു ബലഹീനനാണ്. പാപം എന്നൊരു സംഭവം ഇല്ലെങ്കിൽ ചെകുത്താന് നമ്മെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 2-ാമത്തെ അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ആ കാര്യം ഒന്നും കൂടെ മനസ്സിലാക്കും. ഈ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം പാപത്തിന് അടിമപ്പെട്ടല്ലയോ ഈ ശരീരമായിരിക്കുന്നത്. അപ്പോ പിശാചിന് നമ്മുടെ മേലെ സ്വാധീനം വരുമല്ലോ. അതെ, തീർച്ചയായിട്ടും. ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ജഡത്തിൻ്റെ സ്വാഭാവികമായ വിധേയത്വം പാപത്തോടാണ്. അതുകൊണ്ട് തന്നെ സാത്താനോടുമാണ്. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതലിന് ദൈവം നൽകിയിരിക്കുന്ന വിമോചനം എന്ന് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 26-ന്റെ 18 വായിച്ചുകൊണ്ട് നമുക്ക് ആ ഭാഗം നോക്കാം. ആക്ട്സ് 26:18. To open their eyes and turn them from darkness to light, and from the power of Satan to God, so that they may receive forgiveness. Enough, money. To turn them from the power. In some versions, it is dominion. Dominion of Satan to God. അവരെ അല്ലെങ്കിൽ മനുഷ്യരെ, പൊതുവെ മനുഷ്യരെ, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന്, മലയാളത്തിൽ അധികാരത്തിൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് തോന്നല്ലേ, പിശാചിൻ്റെ അധികാരത്തിൽ നിന്ന് അല്ലേ, അധികാരത്തിൽ നിന്നല്ലേ? അതെ, അധികാരത്തിൽ നിന്ന് ദൈവത്തിങ്കലേക്ക് തിരിക്കുക. അപ്പോൾ മനുഷ്യന്റെ പാപം നിമിത്തം മനുഷ്യനെ ദൈവം പിശാചിന്റെ അധികാരത്തിലേക്ക് തള്ളിക്കളഞ്ഞു. സ്തോത്രം. Because of human sin, God gave up man into or under the influence or slavery of Satan. പാപം നിമിത്തം ദൈവം മനുഷ്യനെ പിശാചിന്റെ അടിമത്വത്തിലേക്ക് തള്ളിക്കളഞ്ഞു. പിശാച് നമ്മുടെ മേൽ, മനുഷ്യജാതിയുടെ മേൽ അധികാരം പ്രാപിച്ചതല്ല, ദൈവം മനുഷ്യനെ പാപം നിമിത്തം അവന് കീഴാക്കി കൊടുത്തതാണ്. റോമർ 8:19, 8:19 റോമൻസ്.
The creation waits in eager expectation for the sons of God to be revealed. Continue. For the creation was subjected to frustration, The creation was subjected to frustration, not by its own choice, but by the will of the one who subjected it. yeah. This subjection was not the choice of the creation, but it was also not the power of the one whose subjection is the creation in, but someone else who was having the authority, who subjected the entire creation under it. സ്തോത്രം. സൃഷ്ടി ഇന്ന് ദ്രവത്വത്തിന്റെ ദാസ്യത്വത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലാണോ? അല്ല. സ്തോത്രം. പിന്നെങ്ങനാ? കീഴ്പ്പെടുത്തിയവന്റെ, അവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പനയാൽ അത്രേ. അല്ലേ? അങ്ങനല്ലേ എഴുതിയിരിക്കുന്നേ? കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ. കൽപ്പന നിമിത്തമത്രേ. സ്തോത്രം. അപ്പോൾ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അത് നിമിത്തം മുഴുവൻ സൃഷ്ടിയെയും കൂടെ പിശാചിന്റെ അടിമത്വത്തിലേക്ക് ദൈവം അങ്ങ് വിട്ടേതു. പക്ഷെ ഉപേക്ഷിച്ചില്ല. ഉപേക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്നേക്കുമായി വീണ്ടെടുക്കാത്ത നിലയിൽ മനുഷ്യനെ കൈവിട്ടില്ല എന്ന്. തൽക്കാലത്തേക്ക് ദൈവം നിയമിച്ച കുറച്ച് കാലത്തേക്ക് മാത്രം. അങ്ങനെയാണ് ഈ പാപത്തിന് അടിമയായ ജഡത്തിൽ നമ്മളായത്. ആ ജഡത്തിൽ വസിക്കുന്നിടത്തോളം കാലം സ്വാഭാവികമായി മനുഷ്യന് പിശാചിനോടും പാപത്തോടും പിശാചിനോടുമാണ് ചായ്വ്. നാച്ചുറാലിറ്റി, നമ്മുടെ സ്വാഭാവികത എന്ന് പറയുന്നത് പാപം ചെയ്യാനാണ്. നമ്മുടെ സ്വാഭാവികത എന്ന് പറയുന്നത് പിശാചിന്റെ അധികാരത്തിൽ കഴിയാനാണ്, അവന്റെ വാഴ്ചയ്ക്ക് കീഴ്പ്പെടാനാണ് സ്വാഭാവികമായി. എന്നാൽ അതിനെ ജയിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന പ്രൊവിഷൻ, ദൈവം നമുക്കൊരുക്കിയിരിക്കുന്ന കരുതൽ. അതെന്താ? ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്താൽ നമുക്ക് പിശാചിന്റെ അടിമത്വത്തിൽ നിന്നുള്ള വിമോചനം സാധ്യമാക്കി. അതാണ് 2:14-15 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത്. പിശാചിന് നമ്മുടെ മേലുള്ള അധികാരം യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ പ്രായശ്ചിത്ത മരണത്താൽ റദ്ദു ചെയ്തു. God cancelled the authority or the dominion devil had on humanity because of our sin by atoning for human sin on the cross. സ്തോത്രം. അപ്പോൾ ദൈവം ഈ അടിമത്വത്തിൽ നിന്നുള്ള വിമോചനത്തിനായി ആദ്യം ചെയ്തത് നമ്മുടെ പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തിക്കൊണ്ട്, അതിന്റെ വിശദീകരണം നമുക്ക് 14-15 പറയാം. ഇപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്ന നിലയിൽ പറഞ്ഞു വിടുന്നതേ ഉള്ളൂ. പാപത്തിന്റെ പ്രായശ്ചിത്തം ക്രൂശിൽ വരുത്തിക്കൊണ്ട്
പിശാചിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം നമ്മെ സ്വതന്ത്രരാക്കി. പിശാചിന് നമ്മുടെ മേൽ ഉണ്ടായിരുന്ന സ്വാധീനത്തെ ക്യാൻസൽ ചെയ്തു, റദ്ദ് ചെയ്തു. ആവർത്തിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് പോലെ പിശാചിന് ഇനിയും രക്ഷിക്കപ്പെട്ട പിശാചിന് ഇനിയും മനുഷ്യന്റെ മേൽ ന്യായമായ അധികാരങ്ങളില്ല. മനുഷ്യന്റെ മേൽ. കാരണം ക്രിസ്തു ക്രൂശിൽ മരിച്ചത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. പക്ഷേ അത് സ്വായത്തമാകുന്നത് വ്യക്തിപരമായി യേശു ക്രിസ്തുവിന് ഓരോരുത്തരും വിധേയപ്പെടുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് യേശുക്രിസ്തു ക്രൂശിലൂടെ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം രക്ഷിക്കപ്പെടുന്നവർക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. അങ്ങനെ പിശാചിന്റെ അധികാരത്തിൽ നിന്ന് കർത്താവ് നമ്മെ വിമോചിപ്പിച്ചു. ഇനിയും പിശാചിനാകട്ടെ പാപത്തിനാകട്ടെ സ്വാഭാവികമായി നമ്മുടെ മേൽ അധികാരമില്ല. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഇനി അവന് കടക്കാർ അല്ല. റോമർ 8:12 വാക്യത്തിൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. 8:12 റോമൻസ്. Therefore, brothers, ആകയാൽ സഹോദരന്മാരെ, നാം ജഡത്തെ അനുകരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. സ്തോത്രം. ഇനി ജഡത്തെ അനുസരിച്ച് നടക്കുവാൻ നമ്മൾ ജഡത്തിന് കടക്കാരല്ല. പിശാചിനെ അനുസരിച്ച് നടക്കുവാൻ ഇനിയും നമ്മൾ പിശാചിന് കടക്കാരല്ല. അതാണ് പറഞ്ഞത്, വി ഹാവ് നോ ലെജിറ്റിമേറ്റ് ലോയൽറ്റി ടു സിൻ, Satan, flesh, world, and so on. Otherwise, they don't have a legitimate authority over us. പിശാച്, പാപം, ജഡം, ലോകം ഇങ്ങനെയുള്ള യാതൊന്നിനും ഇനി നമ്മുടെ മേൽ ന്യായമായ അധികാരം ഇല്ല. സ്തോത്രം. നമ്മൾ അതിൽ നിന്നും സ്വതന്ത്രരാണ്. എന്നാൽ ഇനിയും നമുക്ക് ഇപ്പോഴും വേണമെങ്കിൽ പിശാചിന്റെ അടിമത്വത്തിൽ കഴിയാൻ പറ്റും. പക്ഷെ എങ്ങനെയല്ല? എങ്ങനെയല്ല? നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടുമല്ല, പിശാചിന് നമ്മുടെ മേൽ അവകാശമുള്ളത് കൊണ്ടുമല്ല. പിന്നെ നമുക്ക് അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് നമ്മളങ്ങ് സ്വഇഷ്ടത്താൽ തീരുമാനിക്കുന്നുണ്ട്. ബൈ വോളണ്ടിയർ ചോയ്സ്. നമ്മുടെ സ്വന്തം തീരുമാനമോ ഇഷ്ടമോ അനുസരിച്ച് ഇപ്പോഴും വേണമെങ്കിൽ പിശാചിനും പാപത്തിനും അടിമകളായിരിക്കാൻ നമുക്ക് സാധിക്കും. പക്ഷേ നിയമപ്രകാരം അതിൻ്റെ ആവശ്യമില്ല. അടുത്ത പ്രൊവിഷൻ നമുക്ക് എന്തുണ്ട്? നമ്മളെ വായിച്ച വാക്യത്തിലുണ്ട്, ആത്മാവിനാൽ നാം ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിൽ ജീവിക്കും. സ്തോത്രം. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് പാപത്തിനാണ്, അല്ലെങ്കിൽ പാപത്തോടാണ് നമുക്ക് കൂടുതൽ സ്വാഭാവികത. അങ്ങനെ പാപത്തിന് നമ്മൾ വിധേയപ്പെട്ട് ജീവിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോഴും പിശാചിന് നമ്മുടെ മേൽ അധികാരം ഉണ്ടാവും. എന്നാൽ യേശുക്രിസ്തുവിനെ നമ്മൾ കർത്താവും രക്ഷിതാവുമായിട്ട് ഏറ്റുകൊള്ളുമ്പോൾ ഈ കർത്തൃത്വ മാറ്റം സംഭവിക്കുന്നു.
ഭരണമാറ്റം സംഭവിക്കുന്നു. ഭരണമാറ്റം സംഭവിക്കുന്നു. കോൺഗ്രസ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റിൽ ഉമ്മൻചാണ്ടി ആയിരുന്നല്ലോ മുഖ്യമന്ത്രി. അപ്പോൾ പത്രക്കാരുൾപ്പെടെ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ വിളിക്കുമായിരുന്നത് ഉമ്മൻചാണ്ടിയുടെ പോലീസ് എന്നായിരുന്നു. ഇപ്പം കോൺഗ്രസ്സുകാരുൾപ്പെടെ എല്ലാവരും പോലീസിനെ വിളിക്കുന്നത് പിണറായിയുടെ പോലീസ് എന്നാണ്. എന്താ, പോലീസ് മാറിയോ? ഇല്ല, ഭരണം മാറിയതേ ഉള്ളൂ. ഭരിക്കുന്ന സർക്കാരിനോട് ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇങ്ങനെ വിധേയപ്പെട്ടിരിക്കും. എന്നാൽ ചിലർ അപ്പോഴും തങ്ങളുടെ നിലപാട് കാത്തു സൂക്ഷിക്കും. ചിലർ പറയും, ആര് ഭരിക്കുന്നോ ഞങ്ങൾക്ക് അവരോടാണ് വിധേയത്വം, ഞങ്ങൾക്ക് പാർട്ടിയില്ല. ഭരണം മാറുന്നതനുസരിച്ച് ഇവരുടെ കൊടിയുടെ നിറവും മാറുമെന്ന് മാത്രം. ഇവിടെ നേരത്തെ നമ്മളായിരുന്നത് പിശാചിന്റെ അധികാരത്തിൽ, എന്നാൽ ഇപ്പോൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ പിശാചിന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ അധികാരത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വമാണ് നമ്മിൽ പിന്നെ നടക്കേണ്ടതും. എന്നാൽ എനിക്കിപ്പോഴും വേണ്ടെന്നും പറഞ്ഞ് സ്വയം പാപത്തിന് വിധേയപ്പെടാം എങ്കിൽ തീർച്ചയായും പിശാചിന്റെ സ്വാധീനം നമ്മുടെ മേൽ ഉണ്ടാകും. അല്ല എങ്കിൽ അവൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് മാത്രം. പക്ഷേ നമുക്ക് അവന് വിധേയപ്പെടേണ്ട യാതൊരു ആവശ്യങ്ങളും ഇല്ല. ഇതാണ് യഥാർത്ഥത്തിൽ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. എന്നാൽ അത് അത്ര ഈസിയായ കൈമാറ്റമല്ല, അത്ര ലളിതമല്ല, അത്ര സരളമല്ല. അവിടെ ഒരു ടഗ് ഓഫ് വാർ, അവിടെ ഒരു പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തെയാണ് നമ്മൾ അല്ലെങ്കിൽ വേദപുസ്തകം എന്ത് വിളിക്കുന്നത്? ആത്മീയ യുദ്ധം. ആത്മീയ യുദ്ധം അല്ലെങ്കിൽ ആത്മീയ പോരാട്ടം എന്ന് വിളിക്കുന്നത്. ഇതാണ് സ്പിരിച്വൽ വാർഫെയർ. പക്ഷെ നമ്മൾ പലപ്പോഴും ആത്മീയ പോരാട്ടം എന്ന് പറയുന്നത് അയലത്തുകാരൻ്റെ കൂടോത്രത്തിൻ്റെ ശക്തിക്കെതിരായി, കൈവിഷത്തിൻ്റെ ശക്തിക്കെതിരായിട്ടൊക്കെ ഉള്ള നമ്മുടെ പ്രാർത്ഥനയും ഒക്കെയാ. അല്ല, അതൊക്കെ ആത്മീയ പോരാട്ടത്തിൻ്റെ ഏറ്റവും താഴത്തെ പടിയെന്ന് വേണമെങ്കിൽ പറയാം. ആത്മീയ പോരാട്ടം, ആത്മീയ മല്ലയുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതാ. അത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ മല്ലയുദ്ധമുണ്ട്. കാരണം പിശാച് ഒരിക്കലും പരാജയം സമ്മതിക്കുന്നില്ല. അവനെ നരകത്തിലേക്ക് തള്ളിയിടുന്നത് വരെയും അവൻ പരാജയം സമ്മതിക്കുന്നില്ല. ഇനി നരകത്തിൽ വീട് കഴിഞ്ഞു പോലും ഒരുപക്ഷെ അവൻ പരാജയം സമ്മതിക്കാൻ ഇടയില്ല. കാരണം അവൻ്റെ സ്വഭാവം അത്. അല്ലായിരുന്നെങ്കിൽ ക്രൂശിലെ ക്രിസ്തുവിൻ്റെ ജയത്തോടുകൂടെ ഇവൻ ഇട്ടെറിഞ്ഞിട്ട് പോയനെയായിരുന്നു. പക്ഷേ അവൻ പരാജയം സമ്മതിക്കത്തില്ലാത്തത് കൊണ്ട് നമ്മുടെ അന്ത്യശ്വാസം വരെ അവനിങ്ങനെ പരിശ്രമിക്കും. അതുകൊണ്ട് നമുക്ക് അന്ത്യശ്വാസം വരെ ഈ യുദ്ധം ഉണ്ടതാണ്. അതുകൊണ്ട് ഒരു വളരെ
ലളിതമായ സരളമായ ഒരവസ്ഥയല്ലിത്. പക്ഷേ നമ്മൾ കർത്താവിനോട് അടുത്ത് വിധേയപ്പെട്ട് ചെല്ലും തോറും ഇത് നമുക്ക് കൂടുതൽ ആസ്വാദ്യകരമായി തീരുമെന്ന് മാത്രം. അത് നമുക്കൊരു സമ്മർദ്ദമായിട്ട് തോന്നില്ല. വ്യക്തമാണോ? സ്തോത്രം. ഓക്കെ പാസ്റ്റർ, ഓക്കെ. സ്തോത്രം. വേജസ് ഓഫ് സിൻ ഈസ് ഡെത്ത്. യേശു കർത്താവ് പാപത്തിൻ്റെ ശമ്പളമായി നമുക്ക് പകരം മരിച്ചു. ആ ഭാഗങ്ങൾ നമുക്ക് 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ കുറച്ചുകൂടെ പരിഗണിക്കാം. മറ്റൊന്നും ഇല്ലെന്ന് കരുതുന്നു. മനുഷ്യന്റെ പാപം നിമിത്തം ദൈവം അവന് കൊടുത്തിരുന്ന അധികാരം നഷ്ടമാക്കി. അവൻ ഭരിക്കേണ്ടിയിരുന്നതിന് അവൻ വിധേയപ്പെട്ടു. We were supposed to rule, reign, have dominion over, but because of sin, we became subject to many things, including corruptibility and mortality. നമ്മൾ വാഴ്ച നടത്തേണ്ടിയിരുന്നവയ്ക്കൊക്കെ നമ്മൾ വിധേയപ്പെട്ടു പോയി. പാപം നിമിത്തം നമ്മൾ മരണത്തിന് അധീനരായി തീർന്നു, ദ്രവത്വത്തിന് അധീനരായി തീർന്നു. സ്തോത്രം. നമ്മൾ ക്ഷയമയതയ്ക്ക് അടിമകളായി തീർന്നു, ക്ഷയത്തിന്. സ്തോത്രം. We became mutable, mortal, corruptible. We were supposed to rule over Satan, but now he rules humanity. Because of sin, God subjected man and the entire creation under his dominion, as we read from Romans 8:19 and 20. റോമർ 8:19-20 വാക്യങ്ങളിൽ നിന്നും നമ്മൾ വായിച്ചതുപോലെ നമ്മൾ കീഴാക്കി വെക്കേണ്ടിയിരുന്ന പിശാചിന് നമ്മൾ വിധേയപ്പെട്ടു പോയി. എങ്ങനെയെന്ന് നമ്മൾ റോമർ 8 കണ്ടു. സ്തോത്രം. നമ്മുടെ പാപം ചെയ്യാനുള്ള തെരഞ്ഞെടുപ്പ് നിമിത്തം, നമ്മുടെ പാപം നിമിത്തം പിശാചിന് നമ്മെ ദൈവം കീഴാക്കി കൊടുത്തു. സദാകാലത്തേക്കുമല്ല, അല്പകാലത്തേക്ക്. സ്തോത്രം. അതിനുള്ള കാരണങ്ങളൊക്കെ നാം ഗലാത്യ ലേഖനത്തിലും വായിക്കുന്നുണ്ട്. അത് ദൈവം വെച്ച് നമുക്ക് 9 മുതൽക്കുള്ള വാക്യങ്ങളിൽ നിന്ന് നാളെ തൊട്ട് ചിന്തിക്കാം. ഇപ്പോൾ മനുഷ്യന് പാപം നിമിത്തം ദൈവ സാന്നിധ്യം, ദൈവ സാമീപ്യം, ദൈവം നൽകിയ അധികാരം, ശക്തി, മഹത്വം, തേജസ് ഇവയൊക്കെ നഷ്ടപ്പെട്ടു. സ്തോത്രം. അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു, സ്വസ്ഥത നഷ്ടപ്പെട്ടു. അതാണ് നാം 8-ാം വാക്യത്തിൽ വായിക്കുന്നത്. ഇന്ന് സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. മരണം
ക്ഷയം, പലതരത്തിലുള്ള ദുഃഖങ്ങൾ, രോഗങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നും മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നതായി നമുക്ക് കാണാം. സ്തോത്രം. അപ്പോൾ പാപത്തിൻ്റെ പരിണിത ഫലമാണ്. പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാം, അതും കൂടെ പറഞ്ഞു നിർത്താം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിൽ എന്താ? മനുഷ്യന് ഈ സൃഷ്ടിയുടെ മേലൊക്കെ ഉണ്ടായിരുന്ന സ്വാധീനവും അധികാരവും എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, അല്ലെങ്കിൽ എന്ത് കാരണത്താലായിരുന്നു? ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് എന്തോ പറഞ്ഞാ ദൈവത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട്, അംബാസഡറായിട്ട് ഇവിടെ വാഴുവാനായിട്ട്. വാഴുവാനായിട്ട് അതിനുള്ള അടിസ്ഥാന കാരണം എന്തായിരുന്നു എന്നാ ചോദിച്ചേ? പാപക്ഷമ. അല്ല, പാപം ചെയ്തതിന് മുമ്പുള്ള കാര്യമായത്. His We were created relationship, His image and likeness. his relationship with God. യെസ്, ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. കാന്തത്തോട് പറ്റിയിരിക്കുന്ന ഇരുമ്പ് കഷണവും മറ്റ് ഇരുമ്പുകളെ ആകർഷിക്കുന്ന ഒരു കാന്തിക വലയത്തിനകത്താകുന്നു. ഇപ്പം അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇരുമ്പ് കഷണമൊന്നും കാന്തത്തോട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. പക്ഷേ വേറെ ഒരു ഇരുമ്പ് കഷണത്തിലാണ് ഇതെല്ലാം കൂടെ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഈ ഇരുമ്പ് കഷണത്തോട് പറ്റിയിരിക്കാൻ എന്താ കാരണം? ഈ ആദ്യത്തെ ഇരുമ്പ് കഷണത്തിന് കാന്തവുമായിട്ടുള്ള ബന്ധമാണ്. ഇതുപോലെ മനുഷ്യൻ സകല സൃഷ്ടിയുടെ മേലും വാഴ്ച നടത്തിയിരുന്നു. അടിസ്ഥാന കാരണം സ്രഷ്ടാവുമായിട്ടുള്ള അവൻ്റെ ചേർന്നിരിപ്പായിരുന്നു, അവൻ്റെ ഒട്ടിയിരിപ്പായിരുന്നു, സ്രഷ്ടാവിനോടുള്ള അവൻ്റെ ബന്ധമായിരുന്നു. ആ ബന്ധം എപ്പോൾ ഈ ഇരുമ്പ് കഷണം ഈ കാന്തത്തിൽ നിന്നകലുമോ, അപ്പോൾ ഈ ഇരുമ്പ് കഷണം വെറും ഒരു ഇരുമ്പ് കഷണമായിട്ട് മാറും. പിന്നെ ഇത് ഒരു ഇരുമ്പിൻ്റെ ഒരു ചെറിയ കണികയെ പോലും ആകർഷിക്കാൻ ശക്തിയുള്ളതായിരിക്കില്ല. സ്തോത്രം. അപ്പോൾ മനുഷ്യന് ഇന്ന് എല്ലാം കീഴ്പ്പെട്ടതായി കാണാതിരിക്കുന്നതിന് കാരണം അവൻ ദൈവത്തിൽ നിന്നും അകന്നുപോയി എന്നുള്ളതാണ്. അതാണ് പാപത്തിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി. എന്തേ? സെപ്പറേറ്റിംഗ് man from God. This is the worst result of sin. Separation from God. ദൈവത്തിൽ നിന്ന് അകലുക, ദൈവത്തിൽ നിന്നും മനുഷ്യനെ അകറ്റുക എന്നുള്ളതാണ് പാപത്തിൻ്റെ ഏറ്റവും വലിയ പരിണിതഫലം. അത് സംഭവിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാറ്റിൻ്റെ മേലും മനുഷ്യനുണ്ടായിരുന്ന അധികാരം നഷ്ടപ്പെടുകയാണ്. അതാണ് 8-ാം വാക്യം. അപ്പോൾ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. ദൈവത്തിൽ നിന്നും അകലുന്ന മനുഷ്യന് ദൈവത്തെ പ്രതിനിധീകരിക്കാനുള്ള അധികാരവും അവകാശവും ഇല്ലാതെയാകും. സ്തോത്രം. അങ്ങനെ മനുഷ്യനൊരു വലിയ നഷ്ടമുണ്ടായി. പാപം നിമിത്തമുണ്ടായ നഷ്ടം. അവനുണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്തായിരുന്നു? അധികാരച്ചോർച്ചയല്ല, കൂട്ടായ്മയിലെ അകൽച്ചയ. അവന് ദൈവം നഷ്ടമായി.
പാപം ചെയ്യുന്നവർക്കെല്ലാം ഉണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടമാണ് ദൈവം നഷ്ടമാകുക. അതോടുകൂടെ ബാക്കിയുള്ളതെല്ലാം നഷ്ടമാകും. സ്തോത്രം. എന്നും എപ്പോഴും പാപം ചെയ്യുന്ന മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ നഷ്ടം ദൈവത്തെ തന്നെയാണ്. സ്തോത്രം. ദൈവം തന്നെ നഷ്ടമാകുന്നു. അതോടുകൂടെ സകലവും നഷ്ടമാകുന്നു. എന്നാൽ രക്ഷിക്കപ്പെടുന്നവനോ, അവന് കിട്ടുന്ന ഏറ്റവും വലിയ ദാനമോ അനുഗ്രഹമോ നന്മയോ എന്തുവാ? He gets God back. രക്ഷിക്കപ്പെടുന്ന ഒരുവന് ദൈവത്തെ തിരിച്ചു കിട്ടുന്നു. ദൈവത്തെ തിരിച്ചു കിട്ടുന്നതോടുകൂടെ അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കുന്നു. അതാണ് പറഞ്ഞത്, മുമ്പേ കർത്താവിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ. മുമ്പേ. സ്തോത്രം. ഇപ്പൊ പാപം ചെയ്യുന്നവനുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടം വണ്ടി പഞ്ചറാകുന്നതല്ല, ടയർ ബ്ലാസ്റ്റ് ആകുന്നതല്ല, എൻജിൻ പണി വരുന്നതല്ല, രോഗം വരുന്നതല്ല. സ്തോത്രം. ദൈവം അവന് നഷ്ടമാകുന്നു. അതോടുകൂടെ അവൻ്റെ അധികാരവും തേജസ്സും ശക്തിയും ബഹുമാനവും എല്ലാം പോയി. അതുവരെ അവന് കീഴ്പ്പെട്ടിരുന്ന സൃഷ്ടികളൊക്കെ അവനെ എടുത്തിട്ട് അമ്മാനമാടാൻ തുടങ്ങി. പിശാചുൾപ്പെടെ പിന്നെ അവനെ അനുസരിക്കത്തില്ല. അവനെതിരായി ആ ഏറ്റവും വലിയ നഷ്ടം, ദൈവത്തെ നഷ്ടമാകുന്ന ഏറ്റവും വലിയ നഷ്ടം നഷ്ടമായി കണ്ടുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കേണ്ടതിന് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തോട് നിരന്ന് കർത്താവുമൊത്തുള്ള വാസത്തിനായി ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക്